അപ്പൊ ഇവിടെ ഫിഖ്ഹും തിബും ഒരുപോലെയാക്കിയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പൊ അതിനെ വഴി തിരിച്ചു കൊണ്ടുവന്നു. 3 വിധത്തിലൂടെ ഫിഖ്ഹിന്റെ അറിവിനെ കൂടുതൽ സ്ഥാനം എന്ന് മനസ്സിലായല്ലോ. ഇൽമു തിൽബ് ജസദാണ്. ഫിഖ്ഹുൽ ഇൽമു എന്ന് പറഞ്ഞാല് കൽബിയായിട്ടും പിന്നെ ജബാരിയായിട്ടും മാഹവുമായിട്ടൊക്കെ ബന്ധമുണ്ട്. തിബ് അങ്ങനെയല്ല. തിബ് എന്ന് പറഞ്ഞ സ്ഥാനം ജസദുമായി മാത്രം ബന്ധമുള്ളതാണ് ചുരുക്കം. ഇനി ചോദ്യം ഇനിയുമുണ്ട്. ഇനി ചോദിക്കുകയാണെങ്കിൽ, അല്ല നീ പറയുകയാണെങ്കിൽ എന്താ പറയണത്? ഫസ്ൽ ഈ ഇൽമ ത്വരീഖിൽ ആഖിറത്തി തഫ്സീരൻ, നിങ്ങൾ നല്ല വിശദമായി കൊണ്ട് തന്നെ എനിക്ക് ആഖിറത്തിന്റെ വഴിയിലുള്ള ജ്ഞാനമുണ്ട്, അത് ശരിക്കും നിങ്ങൾ വിശദീകരിച്ചു തരണം എന്ന് പറയുകയാണെങ്കിൽ, യുഷീറു ഇലാ തറാജുമിഹി, അതിന്റെ ഹെഡിങ്ങുകളിലേക്ക് അത് ചൂണ്ടും. അങ്ങനെ ചൂണ്ടി പറയാൻ പറ്റുന്ന വിധത്തിലുള്ള വിശദീകരണം നിങ്ങൾ എനിക്ക് തരണം എന്ന് പറയുകയാണെങ്കിൽ, വഇല്ലം യകുൻ ഇസ്തിഖ്സാഉ തഫാസിലിഹി, അതിന്റെ വിശദീകരണം അങ്ങ് അറ്റത്തേക്ക് എത്തുന്നില്ല എങ്കിലും ഒരു ഹെഡിങ് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ളൊരു വിധത്തിൽ ഒരു വിശദീകരണം നിങ്ങൾക്ക് നൽകൂ എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെ ചോദിക്കാതിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ച് വന്നു നോക്കുമ്പോ ത്വരീഖ് ഇൽമുൽ-ആഖിറത്ത് കിട്ടണം. അവ ഇൽമുൽ-ആഖിറത്ത് എന്തെന്ന് കിട്ടണം, അതറിയണ്ടേ, അതിക്ക് റൂട്ട് അറിയണ്ടേ, അത് വിശദീകരിച്ച് തീർന്നായി. പിന്നെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അവിടെ എന്റെ മറുപടി പറയണം, എന്റെ പൊന്നു സഹോദരൻ നീ ഒന്ന് അറിയണം, അന്നൗഖിസ്മാനി, ഇൽമു ത്വരീഖിൽ ആഖിറത്ത് 2 ഓഹരിയാണ്. ഒന്ന് എന്താണെന്ന് അറിയാമോ? ഇൽമു മുകാശഫ. 2 ഇൽമു മുആമല. മുകാശഫാന്റെ ഇൽമു, മുആമലത്തിന്റെ ഇൽമു, ഇങ്ങനെ 2 ഇൽമ. ഇടപാട് സംബന്ധമായി അറിയുന്ന ഇൽമ മുആമലത്ത്. മുകാശഫത്ത് എന്ന് പറഞ്ഞാൽ ആർക്ക് തിരിയുടെ പ്രത്യേക ആളുകൾക്ക് തിരിഞ്ഞു കിട്ടുന്ന അള്ളാന്റെ നൂറാനിയത്തിൽ കൂടെ കിട്ടുന്ന ഇൽമാണത്. ഇങ്ങനെ 2 ഐറ്റം ഉണ്ട്. എന്ത് ഇൽമ്? എവിടെയെങ്കിലും ത്വരീഖത്തുൽ ആഖിറത്തിന്റെ ഇൽമ്. ഇത് 2 ഉണ്ട്. അത് ഖസ്മുൽ അവ്വൽ അല്ലെങ്കിൽ ഖസ്മുൽ അവ്വൽ. അപ്പോൾ ആദ്യത്തെ ഓഹരി ഇൽമുൽ മുകാശഫ, അത് ഇൽമു മുകാശഫയാണ്. ഇൽമുൽ മുകാശഫക്ക് പേര് ഇൽമുൽ ബാത്തിൻ എന്ന് വെക്കാം. ലാഹിറിന് കിട്ടുന്നതല്ലാതെ ബാത്തിനായി കിട്ടുന്ന ഒന്നുണ്ട്. ഇൽമുൽ ബാത്തിനി എന്നും ഇൽമുൽ മുകാശഫ എന്നും പറയാം. ഇതൊരു ഓഹരിയാണ്. വദാലിക, ആ ഇൽമുൽ ബാത്തിൻ എന്ന് പറയുന്നത് ഓയത്തുൽ ഉലൂമി. ഇവിടെ ലോകത്ത് എത്ര ജ്ഞാനമുണ്ടെങ്കിലും ആ ഇൽമുകളിൽ നിന്ന് ഏറ്റവും അങ്ങകലേറ്റ് നിൽക്കുന്ന ഇൽമുൽ മുകാശഫയാണ്. നോക്കൂ, ഫഖദ് ഖാല ബഅദുൽ ആരിഫീന, ചില ആരിഫീങ്ങൾ പറഞ്ഞു, മൻ ലം യകുൽ ലഹു നസീബു ഫി ഹാദൽ ഇൽമി, ഇൽമുൽ മുകാശഫയിൽ നിന്ന് ഒരു വീതം അതിന്റെ ഒരു ഭാഗ്യം ഒരാൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ, ഇൽമുൽ മുകാശഫ ഉയർന്നതല്ലേ, അറ്റത്തുള്ളതാണ്, അതിൽ നിന്നൊരു വിഹിതം ഒരാൾക്ക് കിട്ടിയില്ലാന്ന് വെക്കുക. അങ്ങനെ കിട്ടിയില്ല എങ്കിൽ ഉഖാഫു അല്ലെങ്കിൽ സുഉൽ ഖാത്തിമ, അദ്ദേഹത്തിന്റെ മേൽ അവസാനം ചീത്തയാകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അഖാഫു, ഞാൻ ഭയപ്പെടുന്നു അലിയ, അങ്ങനെ അഖാഫു അലിഹി സുഉൽ ഖാത്തിമ, ഞാൻ അദ്ദേഹത്തിന്റെ മേൽ അവസാനം ചീത്തയാകും എന്ന് ഭയപ്പെടുകയാണ്. കണ്ടോ, ആരിഫികളാ പറയുന്നത്. അവൾ ഇൽമുൽ മുകാശഫയുടെ വിഹിതം കിട്ടണം. കിട്ടിയിട്ടില്ലെങ്കിൽ അവസാനം മരിക്കുമ്പോൾ ഇടങ്ങാറാകുമോ, നഅൂദുബില്ലാ, അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ അതെങ്ങനെ എല്ലാവർക്കും കിട്ടുമല്ലോ. അതിനാ നസീബിൻ മിൻഹു, ആ ഇൽമുൽ മുകാശഫയിൽ നിന്ന് ഒരു വിഹിതം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ വിഹിതം ഏറ്റവും അടുത്ത് താഴ്ന്നത് എന്താ അറിയോ? ആ തസ്ദീഖ് ബിഹി, ഇൽമുൽ മുകാശഫയുള്ളത് വാസ്തവമാക്കണം. തസ്ലീമുഹുലി അഖിലി, ഇൽമുൽ മുകാശഫയെ അതിന്റെ അഖിലുകാർക്ക് സമ്മതിച്ചു കൊടുക്കണം. അങ്ങനത്തോരുണ്ടെങ്കിൽ ഓൽക്കതിന് അവകാശമുണ്ട്, ഓലതിന്റെ അഖിലുകാരാണെന്ന് പറയണം. അങ്ങനെ ഉണ്ടെന്ന് വാസ്തവമാക്കുകയും വേണം. ഇതൊരറിവാണ്. ഇതില്ല എങ്കിൽ പേടിക്കണം. വഖാല ആഖറു, വേറെ ഒരാൾ പറഞ്ഞു, മൻ കാന ഫീഹി ഖസ്ലത്താനി, ഒരാൾക്ക് 2 കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ, മൻ ഒരുത്തൻ, കാന ഫീഹി, ആ ഒരുത്തനിൽ ഉണ്ടായി, ഖസ്ലത്താൻ 2 കാര്യം ഉണ്ടായി. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ലൻ യുഫ്തഹ് ലഹു, അതിലേക്ക് തുറക്കപ്പെടില്ല, ബിശൈഇൻ മിൻ ഹാദൽ ഇൽം, ഇൽമുൽ മുകാശഫയിൽ നിന്ന് ഒന്നുകൊണ്ടും എന്താകൂല, അവന് തുറക്കപ്പെടാൻ കഴിയില്ല. അപ്പൊ ഇൽമുൽ മുകാശഫ കിട്ടില്ല. 2 കാര്യം മുന്നിലുണ്ടെങ്കിൽ. ഏതാ 2 കാര്യം? ഒന്ന് ബിദ്അത്ത് ഔ കിബ്ർ, മറ്റൊന്ന് അഹങ്കാരം. അഹങ്കാരികളായ ആളുകൾക്ക് ഇൽമുൽ മുകാശഫന്റെ ലബലേശം കിട്ടൂല, ബിദ്അത്തുകാർക്കും അതില്ല. അതൊന്നുമില്ലാത്തവരല്ലേ അള്ളാന്റെ ഔലിയാക്കൾ, ആരിഫീൻ, ഉലമാക്കൾ, ഓൽക്കത് കിട്ടി. വഖീല, പറയപ്പെട്ടിട്ടുണ്ട് അങ്ങനെയല്ല, ഇങ്ങനെയുണ്ട്.
മൻകാന മുഹിബ്ബൻ ലിദ്ദുനിയ, ഈ ദുനിയാവിനെ പ്രേമിച്ചു നടന്നു, ദുനിയാവിനെ സ്നേഹിച്ചു നടന്നാൽ അവനും അത് കിട്ടുകയില്ല എന്ന് പറയുന്നുണ്ട്. അല്ല ഔ മുസിറൻ അലാ ഹവൻ, ഇച്ഛ, തടിയുടെ വികാരം, അതുമായി നിലകൃതിയായി പോയൊരു മനുഷ്യനുണ്ടെങ്കിൽ തടിക്കൊത്ത് അങ്ങനെ പ്രവർത്തിക്കുക, അതെന്നെ ഉള്ളു, വേറെ ചിന്തയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ലം യതഹഖഖ ബിഹി, എന്നാൽ ഇൽമുൽ മുകാശഫ കൊണ്ട് അവൻ ഉറപ്പിക്കാൻ കഴിയൂല. വഖദ് യതഹഖഖ ബിസ്സായിർ ഉലൂമി, ഇൽമുൽ മുകാശഫ അല്ലാത്ത മറ്റേതെല്ലാം ഇൽമുണ്ടോ അതും ഒരു സ്പഷ്ടമാകും. പക്ഷെ ഇൽമുൽ മുകാശഫ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയൂല. അതാണ് വഅഖല്ലു ഉഖൂബത്തി മൻ, ഒരുത്തന്റെ ശിക്ഷ ഏറ്റവും ചുരുങ്ങിയത്. എങ്ങനത്തെ ഒരുത്തൻ? യുൻകിറുഹു, ഈ ഇൽമുൽ മുകാശഫ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നവരുണ്ട്, അവർക്കുള്ള ശിക്ഷയുടെ ചുരുങ്ങിയ ഭാഗം അന്നഹു ലാ യദൂഖു മിൻഹു ശൈആ, ഇൽമുൽ മുകാശഫയിൽ നിന്ന് ഒന്നും അവർ രുചിക്കാൻ കഴിയൂല. നഊദു ബില്ലാഹ്, നമ്മൾ ചിന്തിക്കണം. മൂന്ന് ഐറ്റം അഭിപ്രായം ഇവിടെ പറഞ്ഞത്. അപ്പൊ ചുരുക്കത്തിൽ നല്ലൊരു ജീവിതം നയിക്കണം. അങ്ങനെ നല്ലൊരു ജീവിതമുള്ളവർക്ക് ഇൽമുൽ മുകാശഫ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇല്ല. ഇൽമുൽ മുകാശഫ ഇല്ലെങ്കിൽ അത് ആഖിറത്തിലേക്കുള്ള അറിവാണ്, അതില്ലെങ്കിൽ അപകടമാണ് എന്നാണ് പണ്ഡിതന്മാരെ വഴി ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ നമ്മുടെ മുന്നിൽ സമർപ്പിച്ചു തന്നത്. അള്ളാഹു നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. വയുൻഷദു അലാ ഖൗലിഹി, ഇങ്ങനെ പറയുമ്പോൾ അവന്റെ മേലിൽ പാട്ട് പാടിക്കൊടുക്കാം. എന്താ പാട്ട് പാടപ്പെടും? വറളിമൻ ഗാബ അൻക ഗൈബതഹു ഫദാക ദംബുൻ നിഖാബുഹു ഫീഹി. വറള, നീ ഇഷ്ടപ്പെട്ടടാ, ലിമൻ, ഒരുത്തൻ, ഗാബ അൻക, അവൻ നിന്നെ തൊട്ട് മറഞ്ഞുപോയി. ആ മറഞ്ഞുപോയ ഒരാൾക്ക് നീ പൊരുത്തപ്പെട്ടു. വൈബത്തു, അവന്റെ വൈബത്ത്, അയാൾ മറഞ്ഞുപോയി, ആ മറഞ്ഞുപോയി നിനക്ക് ഇഷ്ടമായി. ഫദാക, അവൻ ആളെ കുറിച്ച് പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, ഒന്നുമില്ല, ആ മറഞ്ഞുപോയി നീ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. നമതാക്ക ദമ്പ്, അങ്ങനെ അത് വ്യക്തമാകാതെ അയാൾ മറഞ്ഞു പോയതിന് നീ ഇഷ്ടപ്പെടുക, അത് തെറ്റാണ്. ഇഖാബു, അതിന്റെ ശിക്ഷ ഭീ, അത് അതിൽ തന്നെയാണ്. അവരെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ, ആ ഒരു ഇടങ്ങാറ് മുസ്ലിം ഉണ്ടാവില്ലേ, അതിന്റെ ശിക്ഷ. അപ്പൊ ചുരുക്കത്തിൽ എന്ത് വേണം? ഇൽമുൽ മുകാശഫയെ കൊണ്ടറിയണം. അതാണ് ഒരറിവ് എന്ന് പറഞ്ഞു. പോകുക ഈ പറഞ്ഞ ഇൽമുൽ മുകാശഫ ആരുതാണത്? എല്ലാവർക്കും ഒന്നും കിട്ടൂല. അത് ഇൽമു സിദ്ദീഖീന വൽ മുഖറബീന, അള്ളാഹുവിലേക്ക് അടുത്ത മുഖറബീങ്ങളുണ്ട്, സിദ്ദീഖീങ്ങളുണ്ട്, അവർക്കുള്ള അറിവാണ് ഇൽമു മുകാശഫ. അതിന് ഇൽമു മുകാശഫ അതെന്ന് പറയുമ്പോ സിദ്ദീഖുകൾ ഇൽമെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇൽമുൽ മുകാശഫ, ഇൽമുൽ മുകാശഫയാകുന്നു. പോകുക അത് നിർവചിക്കണ്ടേ, എന്താണ് ഇൽമുൽ മുകാശഫ എന്ന് ചോദിച്ചാൽ അത് ഇബാറത്തുൻ, പറയാൻ പറ്റുന്നതാണ്, അന്നൂരിൻ, ഒരു പ്രഭയത്തൊട്ട്. എങ്ങനത്തെ വെളിച്ചം? യദ്ഹറു, അത് വെളിപ്പെട്ടു വരും, ഫിൽ ഖൽബി, ഹൃദയത്തിൽ, ഇന്ദ തത്ഹീരിഹി, ആ ഹൃദയത്തെ ശുദ്ധീകരിക്കുമ്പോ, തസ്കിയതിഹി, അത് സംസ്കരിക്കുമ്പോ, മിൻ സിഫാത്തിൽ മദ്മൂമത്തി, മോശമായ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതിനെ തൊട്ടെല്ലാം ഹൃദയത്തെ സംസ്കരിച്ചെടുത്ത് ശുദ്ധീകരിച്ച് നല്ല തെളിച്ചമുള്ള ഹൃദയമാക്കി മാറ്റിയാൽ അതിലൂടെ വരുന്നൊരു പ്രഭ, ആ പ്രഭയുടെ പേരാണ് എന്ത്? ഇൽമു മുകാശഫ. അതാണ് അള്ളാന്റെ ഔലിയാക്കൾക്കുള്ളത്, അള്ളാന്റെ വറയുള്ള പണ്ഡിതന്മാർക്കുള്ളത്, സൂഫിയാക്കൾക്കുള്ളത്, സായിദീങ്ങൾക്കുള്ളത് ആ ഇൽമു മുകാശഫയാണ്. അപ്പൊ സിദ്ദീഖീങ്ങളായി വളരണം. അങ്ങനെ വരുമ്പോൾ അവർ കിട്ടുന്നൊരു അറിവാണ് ഇത്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ കത്തളം കീടങ്ങൾ ഒഴിവാക്കണം. എല്ലാ കീടങ്ങളും ഒഴിവാക്കിയാൽ ആ കൽബിലേക്ക് പ്രഭ വരും, ആ പ്രഭ ഇങ്ങനെ തെളിയും. അങ്ങനെ ഉണ്ടാകുന്ന ഒന്നാണ് ഇൽമുൽ മുകാശഫ. വയങ്കശിബു മിൻ ദാലിക നൂരി, അങ്ങനെ പ്രഭ വെളിപ്പെടുമ്പോൾ ആ പ്രഭയിൽ നിന്ന് അങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഉമൂറുൻ കസീറത്തുൻ, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. അങ്ങനെയാണ്. പിന്നെ ആ പ്രഭയിലൂടെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ മഹാരഥന്മാരായ ഔലിയാക്ക ഗ്രന്ഥങ്ങൾ, അത് കൂടുതലും മുകാശഫയിലുള്ളത്. ഏതുപോലെ ഓരോ പേര്, ഒരുപാട് കാര്യം പറഞ്ഞു, ആ കാര്യങ്ങൾക്കുള്ള നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽ കൂടെ തന്നെ അവർ കേൾക്കുന്നുണ്ട്, ആ ഭാഗത്തിൽ കൂടെ അവരിങ്ങനെ കേൾക്കും. അതുപോലെ അവ്യക്തമായതായ ഒരു മൊത്തം, ഒരു ടോട്ടൽ ആശയം
അതിനവർ ഊഹിക്കുകയും ചെയ്യും. കുറച്ച് പേര് കേൾക്കും. അങ്ങനെ ആ പേരുടെ ഭാഗത്തിൽ നിന്ന് കേട്ടിട്ട് അപ്പൊ ഈ നൂറിന്ന് എന്തുണ്ടാവുകയാണ്? ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെട്ട് വരും. അത് പറഞ്ഞതെങ്ങനെ? യസ്മാമിൻ ഖബിലു എന്നോ. അപ്പൊ ഇതിന്റെ മുമ്പ് ആ കാര്യങ്ങൾക്കുള്ളതായ നാമങ്ങളുണ്ട്, അതൊരു കേൾക്കും. അല്ലെങ്കിൽ അത് ഭാഗത്തിൽ കൂടെ കേൾക്കാതിരിക്കാം. എന്നിട്ട് അതിന് കുറെ ആശയങ്ങളും മാനവും ഉണ്ടാവും, വ്യക്തമാവൂല. അങ്ങനെ ഇരിക്കുമ്പോ തത്വ ഇതാക്കാം. അങ്ങനെ എന്താ ആ കാര്യങ്ങൾ അവര് വെളിപ്പെട്ട് കിട്ടും. അങ്ങനെ വെളിവാകും അത്താശനും ആയിരിക്കത്തുള്ള ഹഖീഖത്തും ബിദാത്തില്ലാഹി സുബ്ഹാനഹു. അല്ലാഹു തആലയുടെ ദാത്ത് കൊണ്ടുള്ള ഹഖീഖത്തിന്റെ അറിവ് എന്താണ്? അത് കിട്ടിപ്പോരും. അത് അങ്ങനെ കിട്ടലാണ്. ആ പേരെന്നിങ്ങനെ മനസ്സിലാക്കി എടുത്തവിടെ ഹഖീഖത്ത് മനസ്സിലാവും. ഒബിസിഫാത്തിയിൽ ബാഖിയാത്തി താമ്മാത്തി, പരിപൂർണമായി അവശേഷിക്കുന്ന മറ്റു ഗുണങ്ങൾ, ഒബി അഫ്ആലി അല്ലാഹു തആലയുടെ കർമ്മങ്ങൾ, ഇതൊക്കെ ശരിക്കും അങ്ങനെ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒബി ഹുക്മി ബി ഖൽഖി ദുനിയ വൽ ആഖിറത്തി, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹിന്റെ വിധി അതറിയാൻ കഴിയും. വജി തർതീബിൽ ആഖിറത്തി അല ദുനിയ, ദുനിയാവിന്റെ പേരിൽ ആഖിറത്തിലേക്ക്, ദുനിയാവിനേക്കാൾ ആഖിറത്തിലേക്ക് അതിനെ ക്രമീകരിക്കുന്ന റൂട്ടുകൾ വഴി എന്താന്ന് മനസ്സിലാവും. വൽ മാരിഫത്തി ബിമാഅനി നുബുവത്തി വൻ നബി, നബി അതുപോലെ നുബുവത്ത് എന്താണ് അതിന്റെ അർത്ഥമുള്ള അറിവ് ലഭിക്കും. മഅനൽ വഹി, വഹിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഷൈത്താൻ, ഷൈത്താന്റെ എന്താണ് ശിക്ഷാക്ഷി, അതിന്റെ അർത്ഥം. വഹീന്റെ അർത്ഥം നബി നുബുവത്ത്, ഇവരുടെയൊക്കെ മായനകളെ കൊണ്ടുള്ള മാരിഫത്തുണ്ടാവും. ഒരു മാരിഫത്തു എന്നാട്ടോ, മാരിഫത്തുണ്ടാവും. ഓ മായന ലഹുദിൽ മലായികത്തി വശയാത്തീൻ, ഷൈത്താൻ മലായികത്ത് എന്നീ പദങ്ങൾ അതിന്റെ അർത്ഥങ്ങൾ എന്താണെന്നുള്ളതും അറിയും. ഓ കൈഫിയത്തി മുആദാത്തി ശയാത്തീൻ ഇൻസാൻ, ഷൈത്താൻ മനുഷ്യന്മാരുടെ എതിരിടുന്നു, സത്വത പുലർത്തും, അതെങ്ങനെയെന്ന് അറിയും. ഓ കൈഫിയത്ത് നുഹൂലിൽ മലിക്കയിൽ അംബിയ, നുഹൂലിൽ മലക്കയിൽ അംബിയ, അംബിയാക്കളിലേക്ക് മലായികത്ത് എങ്ങനെ വരിക അതും അറിയും. ഓ കൈഫിയത്തി മുസുൽ വഹിയിലേയും, വഹി അംബിയാക്കളിലേക്ക് ചേരുക അത് മനസ്സിലാവും. വൽ മാരിഫത്തു ബി മലക്കൂത്തി സമാവാത്ത് വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും മലക്കൂത്തിയ ലോകമുണ്ട്, അതുകൊണ്ടുള്ള അറിവ് ലഭിക്കും. മാരിഫത്തുൽ ഖൽബ്, ഖൽബിന്റെ അറിവ്. ജുനൂദുൽ മലായികത്തി വശയാത്തീൻ, ഖൽബിന്റെ അകത്തളത്തിൽ പിശാചിന്റെയും മലായികത്തിനും സ്നേഹം തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അത് എങ്ങനെയെന്ന് അറിയാൻ കഴിയും. മാരിഫത്തുൽ ഫർഖി ബൈന ലമ്മത്തിൽ മലക്കി വലമ്മത്തി ഷൈത്താൻ, ഷൈത്താൻ ലമ്മത്തുണ്ട്, മലക്കിന് ലമ്മത്തുണ്ട്, അത് രണ്ടിന്റെയും ഇടയിലെ മാരിവിന്റെ ഫർക്ക് എന്താണ് അതും അറിയും. മാരിഫത്തുൽ ആഖിറത്തി വൽ ജന്നത്തി വന്നാർ വഅദാബിൽ ഖബർ വസ്സിറാത്തി വൽ മീസാൻ വൽ ഹിസാബ്, ഇതെല്ലാം അറിയാൻ കഴിയും. എന്തുകൊണ്ട്? ഇൽമുൽ മുകാശവത്ത് കൊണ്ട്. അത് അങ്ങനെ ആയിരിക്കുമെന്ന് കിട്ടുകയുള്ളൂ. ഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞ വാക്കിന്റെ അർത്ഥം കിട്ടും. എന്ത്? ഇഖ്റ കിതാബക കഫാ ബി നഫ്സിക യൗമ അലൈക ഹസീബ, നീ നിന്റെ കിതാബ് ഒന്ന് വായിക്ക്. നിന്റെ കിതാബ് വായിച്ചാൽ തന്നെ മതിയല്ലോ, വിചാരണയാൽ നിനക്കത് തന്നെ മതി, അത് വായിച്ചു വെക്കുക എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ? ഖൗലിഹി തആല ഫഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂന, അവരറിയുകയാണ് എങ്കിൽ ആഖിറത്തിലെ ജീവിതമാണ് ജീവിതം എന്നവർക്കറിയാൻ കഴിയും. അതെന്താണ്, ആ പറഞ്ഞ അർത്ഥം എന്താണ് എന്നെല്ലാം ഈ ഇൽമുൽ മുകാശഫ എന്നാണ് അവർക്ക് തിരിയും. അല്ലാത്തവർക്ക് അത് തിരിഞ്ഞോളണം എന്നില്ലല്ലോ.